ജാസ്പർ എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച പൂച്ചയായിരുന്നു. തിളക്കമുള്ള ഓറഞ്ച് നിറമുള്ള ഒരു ടാബി പൂച്ച. അവൻ ചെറുതും മിടുക്കനുമായിരുന്നു. അവന്റെ വലുപ്പത്തിന് അനുസരിച്ചല്ലാത്ത ഒരുപാട് വ്യക്തിത്വവും അവനുണ്ടായിരുന്നു. ഞാനല്ലാതെ പഴയ വീട്ടിൽ ജീവിച്ചിരുന്ന ഏക ജീവിയും അവനായിരുന്നു. വിസ്പറിംഗ് വുഡ്സിന്റെ ദലദലയ സാധ്യത അരികിലുള്ള ബ്ലാക്ക്വുഡ് മാനർ സെവെർമൽക്കടത്തെ എനിക്ക് എന്റെ വിചിത്രയായ വലിയമ്മായിയിൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ചതായിരുന്നു. പ്രേതങ്ങളെക്കുറിച്ചുള്ള അവരുടെ കഥകളെല്ലാം ഒരു ഏകാന്തമായ മനസ്സിന്റെ വെറും തോന്നലുകളായിട്ടാണ് ഞാൻ എല്ലായ്പ്പോഴും തള്ളിക്കളഞ്ഞത്. ബ്ലാക്ക്വുഡ് വിശാലവും എല്ലായിടത്തും ഞെരക്കമുള്ളതും വിക്ടോറിയൻ കാലഘട്ടത്തിലെ ആഡംബരത്തിന്റെ തെളിവുമായിരുന്നു. നിഴൽ നിറഞ്ഞ കോണുകളും എപ്പോഴും തണുപ്പുള്ള മുറികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു അത്. ചുരുക്കത്തിൽ, പ്രേതബാധയ്ക്ക് അനുയോജ്യമായ ഒരിടം, അങ്ങനെയൊന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ. ഞാനെത്തി ഒരാഴ്ച കഴിഞ്ഞാണ് ജാസ്പർ വന്നത്. ഒരു പ്രത്യേക കൊടുങ്കാറ്റുള്ള ദിവസം ഉമ്മറത്ത് വിറച്ചു നിൽക്കുന്ന ഒരു തെരുവു പൂച്ചയായിരുന്നു അവൻ. അവൻ പെട്ടെന്ന് തന്നെ വീടിന്റെ ഭാഗമായി. അവന്റെ തിളക്കമുള്ള ഓറഞ്ച് രോമം ആ ഇരുണ്ട അന്തരീക്ഷത്തിൽ ഒരു പ്രകാശമായിരുന്നു. അവൻ കളിക്കാനും സ്നേഹം കാണിക്കാനും മിടുക്കനായിരുന്നു, എന്നാൽ എനിക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്നിൽ അവൻ പൂർണ്ണമായും മുഴുകിയിരുന്നു. തുടക്കം വളരെ സൂക്ഷ്മമായിരുന്നു. ജാസ്പർ ഡ്രോയിംഗ് റൂമിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് അനങ്ങാതെ നോക്കിയിരുന്നു. അവന്റെ വാൽ വിറയ്ക്കും, ചെവികൾ കറങ്ങും, അദൃശ്യമായ ഒരു പാതയെ പിന്തുടരും. ചിലപ്പോൾ ഞാൻ അവനിൽ നിന്ന് കേൾക്കാത്ത ഒരു താഴ്ന്ന, കടുപ്പമുള്ള ശബ്ദത്തിൽ അവൻ മുരളും. അത് വെറും പൊടിപടലങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു. പിന്നെ മർമ്മരങ്ങൾ വന്നു. ഞാൻ വായിക്കുമ്പോഴോ വായിക്കാൻ ശ്രമിക്കുമ്പോഴോ നേരിയ, കേൾക്കാൻ പ്രയാസമുള്ള ഒരു ശബ്ദം കേൾക്കും, ജനലുകൾ അടച്ചിട്ടിരിക്കുമ്പോൾ പോലും തുറന്ന ജനലിന് പുറത്ത് ഉണങ്ങിയ ഇലകൾ പറന്നുപോകുന്നതുപോലെ. അത് വാക്കുകൾ വ്യക്തമാക്കാൻ കഴിയുന്നത്ര വ്യക്തമായിരുന്നില്ല, വെറുമൊരു മൃദുലമായ, നിരന്തരമായ സാന്നിധ്യം. ഞാൻ ജാസ്പറെ നോക്കും, അവൻ ഉറച്ചു നിൽക്കും, ചെവികൾ പരത്തും, കണ്ണുകൾ വിടർത്തും, ആ ശബ്ദം വരുന്ന സ്ഥലത്തേക്ക് നോക്കും. ഒരു വൈകുന്നേരം ഞാൻ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. കൗണ്ടറിലിരുന്ന ഒരു ഗ്ലാസ് പതുക്കെ, മനഃപൂർവ്വം നീങ്ങി താഴെ വീണ് ചിതറി. ഞാൻ ഞെട്ടി, ഹൃദയം വേഗത്തിൽ മിടിച്ചു. സ്റ്റൂളിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്ന ജാസ്പർക്ക് ഒരു അനക്കവുമില്ലായിരുന്നു. അവൻ എന്നെ കടന്നു, പാൻട്രി വാതിലിലേക്ക് നോക്കുകയായിരുന്നു. അവന്റെ മീശകൾ വല്ലാതെ നിവർന്നിരുന്നു. ജാസ്പർ, ഞാൻ വിരലോടെ മന്ത്രിച്ചു, എന്താണത്? അവൻ ഒരു താഴ്ന്ന ശബ്ദമുണ്ടാക്കി, പരിഭ്രമത്തിന്റെ ശബ്ദം. എന്നിട്ട് എന്റെ ഭയത്തിന് അവൻ നിശബ്ദമായി പാൻട്രി വാതിലിനടുത്തേക്ക് നടന്നു. അവൻ അതിനു മുന്നിൽ ഇരുന്നു, അവന്റെ ചെറിയ ശരീരം മുറുകെ പിടിച്ചിരുന്നു. എന്നിട്ട്, ഏതാണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചലനത്തോടെ, അവൻ ഒരു അദൃശ്യമായ ഈച്ചയെ തട്ടുന്നതുപോലെ തന്റെ ഒരു കാൽ വായുവിലേക്ക് നീട്ടി. പക്ഷേ അതൊരു തട്ടലായിരുന്നില്ല. അതൊരു തലോടലായിരുന്നു. എന്റെ വലിയമ്മായിയുടെ കഥകൾ ഞാൻ ഒടുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, അദൃശ്യമായ എന്തോ ഒന്ന്. ജാസ്പർക്ക് അതിനെക്കുറിച്ച് അറിയുക മാത്രമല്ലായിരുന്നു, അവൻ അതിനോട് സമ്മതിക്കുകയായിരുന്നു. പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. കാറ്റില്ലാതെ തന്നെ വാതിലുകൾ തുറക്കുകയും അടയുകയും ചെയ്യും. വസ്തുക്കൾക്ക് നേരിയ മാറ്റങ്ങൾ സംഭവിക്കും. മർമ്മരങ്ങൾ കൂടുതൽ ഉച്ചത്തിലായി, കൂടുതൽ വ്യക്തമായി, ചിലപ്പോൾ ഒരു കുട്ടിയുടെ ദയനീയമായ ദീർഘനിശ്വാസം പോലെ, ചിലപ്പോൾ ഒരു വൃദ്ധയുടെ ചിരിപോലെ. ഒരു രാത്രി എന്റെ കിടപ്പുമുറിയിൽ തണുത്ത ഭയം നിറഞ്ഞ് ഞാൻ ഉണർന്നു. വായു കട്ടിയുള്ളതും ഭാരമുള്ളതുമായിരുന്നു. എന്റെ ഹൃദയത്തിന്റെ വേഗതയേറിയ ശബ്ദം ഒഴികെ വീടിന്മേൽ ഭീകരമായ നിശബ്ദ തളം കെട്ടിനിന്നു. ഞാൻ സാധാരണയായി ജാസ്പർ ഉറങ്ങുന്ന എന്റെ കട്ടിലിന്റെ അടിഭാഗത്തേക്ക് നോക്കി. അവൻ അവിടെയില്ലായിരുന്നു. ഒരു വിരയൽ എന്നിലൂടെ കടന്നുപോയി. ഞാൻ എഴുന്നേറ്റിരുന്നു. മങ്ങിയ നിലാവെളിച്ചത്തിൽ എന്റെ കണ്ണുകൾ ചുറ്റും പരതി. അപ്പോൾ ഞാൻ അവനെ കണ്ടു. ജാസ്പർ മുറിയുടെ നടുക്ക് നിൽക്കുകയായിരുന്നു. അവന്റെ ചെറിയ ഓറഞ്ച് രൂപം ഇരുട്ടിന് വിപരീതമായി വ്യക്തമായിരുന്നു. അവൻ എന്നെ നോക്കിയിരുന്നില്ല. അവൻ മുറിയുടെ മൂലയിലേക്ക്, പഴയ അലമാരയുടെ അടുത്തേക്ക് നോക്കുകയായിരുന്നു. അവന്റെ വാൽ ഉയർന്നു നിന്നു, വായുവിൽ ഒരു ധാർഷ്ട്യമുള്ള ചോദ്യചിഹ്നം പോലെ. അവന്റെ നെഞ്ചിൽ ഒരു താഴ്ന്ന, തുടർച്ചയായ മുരൾച്ച മുഴങ്ങി. അപ്പോൾ ഞാനും അത് കണ്ടു, അല്ലെങ്കിൽ അത് അനുഭവപ്പെട്ടു. അത്രയും ആഴത്തിലുള്ള തണുപ്പ്, അതൊരു ഭൗതികമായ സ്പർശം പോലെ തോന്നി, ആ മൂലയിൽ നിന്ന് പുറത്തേക്ക് വന്നു. വായു തിളങ്ങി, ചൂടുകൊണ്ടായിരുന്നില്ല, ഏതാണ്ട് ദൃശ്യമായ ഒരു രൂപഭേദം പോലെ. ആ രൂപഭേദത്തിൽ ഞാൻ കണ്ടു ചലനം. നേരിയ, സുതാര്യമായ ഒരു രൂപരേഖ, ചൂടുള്ള കാറ്റ് പോലെ, എന്നാൽ ഏകദേശം ഒരു മനുഷ്യരൂപം പോലെ. തുടർച്ചയായി കേട്ടിരുന്ന മർമ്മരങ്ങൾ ഇപ്പോൾ തീവ്രമായി, മുറിക്ക് ചുറ്റും കറങ്ങി, വേർപെട്ട ശബ്ദങ്ങളുടെ ഒരു അട്ടഹാസമായി മാറി. അവ അസ്വസ്ഥമായിരുന്നു, ദേഷ്യം നിറഞ്ഞതായിരുന്നു, ദുഃഖകരമായിരുന്നു. ജാസ്പർ, എന്റെ കൊച്ചുമിടുക്കൻ ജാസ്പർ, ഒരു അലർച്ച പുറപ്പെടുവിച്ചു.
അതൊരു പൂച്ചയുടെ കരച്ചിലായിരുന്നില്ല, അതിനേക്കാൾ പ്രാകൃതമായ എന്തോ ഒന്ന്, ശുദ്ധമായ ഭയത്തിന്റെ ശബ്ദം. അവൻ മുന്നോട്ട് കുതിച്ചു, ആ സാന്നിധ്യത്തിൽ നിന്ന് ഓടി മാറിയല്ല, മറിച്ച് അതിലേക്ക്. അവൻ തിളങ്ങുന്ന രൂപഭേദത്തിലേക്ക് കുതിച്ചു, അവന്റെ ചെറിയ നഖങ്ങൾ നീട്ടി, അവന്റെ ഓറഞ്ച് രോമം ഒരു അവ്യക്തമായ രൂപമായി. ജനലുകൾ അടച്ചിട്ടിരുന്നിട്ടും പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി. മർമ്മരങ്ങൾ ഒരു ഗർജനമായി മാറി, വീടിന്റെ ഘടനയെപ്പോലും കീറിമുറിക്കുന്ന ഒരു ഭയങ്കരമായ, മനുഷ്യത്വമില്ലാത്ത വിലാപം. ഞാൻ കണ്ണുകൾ മുറുകെ അടച്ചു, ചെവികൾ കൈകൊണ്ട് പൊത്തി, ഭയം കൊണ്ട് തളർന്നുപോയിരുന്നു. ശബ്ദം അവസാനിച്ചപ്പോൾ ഒരു പ്രതിധ്വനി നിറഞ്ഞ നിശബ്ദത അവശേഷിച്ചു. ഞാൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ജാസ്പർ തറയിൽ കിടക്കുകയായിരുന്നു, അനക്കമില്ലാതെ, ആ പ്രേതരൂപം ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത്. അവൻ നിശ്ചലനായിരുന്നു. എന്റെ ശ്വാസം നിന്നുപോയി. ഞാൻ കട്ടിലിൽ നിന്ന് താഴെയിറങ്ങി, കാലുകൾ വിറച്ച് അവന്റെ ചെറിയ ശരീരത്തിനടുത്തേക്ക് ഇഴഞ്ഞു. ജാസ്പർ, കണ്ണുനീരോടെ ഞാൻ മന്ത്രിച്ചു. ഞാൻ അവന്റെ അടുത്തു ചെന്നു, എന്റെ കൈ അവന്റെ ചെറിയ ശരീരത്തിനു മുകളിൽ തങ്ങി നിന്നപ്പോൾ അവനൊന്ന് അനങ്ങി. അവൻ ഒരു നേർത്ത മ്യാവൂ ശബ്ദമുണ്ടാക്കി, എന്നിട്ട് എന്റെ വലിയ ആശ്വാസത്തിന് അവൻ പതിയെ, കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. അവൻ വിറച്ചിരുന്നു, രോമങ്ങൾ അലങ്കോലപ്പെട്ടിരുന്നു, പക്ഷേ അവൻ ജീവനോടെയുണ്ടായിരുന്നു. അവൻ എന്നെ നോക്കി, അവന്റെ വലിയ പച്ച കണ്ണുകൾ എന്റെ കണ്ണുകളുമായി കോർത്തു. അവയിൽ ഭയം മാത്രമല്ല, വിചിത്രവും ക്ഷീണിച്ചതുമായ ഒരു വിജയവും ഞാൻ കണ്ടു. പിന്നെ അവൻ തല തിരിച്ച് മുറിയുടെ മൂലയിലേക്ക് നോക്കി. വായു നിശ്ചലവും തെളിഞ്ഞുമായിരുന്നു. തണുപ്പ് മാഞ്ഞുപോയിരുന്നു. മർമ്മരങ്ങൾ മാഞ്ഞുപോയിരുന്നു. ബ്ലാക്ക്വുഡ് മാനർ ശാന്തമായിരുന്നു. ഭയാനകമാം വിധം ശാന്തം. അന്ന് രാത്രി മുതൽ വീട് ശരിക്കും നിശബ്ദമായിരുന്നു. മർമ്മരങ്ങളില്ല, വസ്തുക്കൾ അനങ്ങുന്നില്ല, വിശദീകരിക്കാൻ കഴിയാത്ത തണുപ്പില്ല. അവിടെ ഞാനും ജാസ്പറും മാത്രമായിരുന്നു, ഒടുവിൽ ഒരു വീട് പോലെ തോന്നിച്ച ഒരിടത്ത്, ഒരുപക്ഷേ വളരെ സമീപകാലത്തെ, തീവ്രമായ ഓർമ്മകളോടെ. ജാസ്പർ ഇപ്പോഴും ഇടയ്ക്കിടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് നോക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവന്റെ നോട്ടം മൃദുലവും ഏതാണ്ട് സമാധാനപരവുമായിരുന്നു. ചിലപ്പോൾ അവൻ പഴയ അലമാരയുടെ അടുത്ത് സന്തുഷ്ടനായി ഇരിക്കും, ഒരു ചെറിയ എഞ്ചിൻ പോലെ മൂളും, വിലയേറിയ എന്തോ ഒന്നിനെ സംരക്ഷിക്കുന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ധീരമായ പോരാട്ടം ഓർമ്മിക്കുന്നതുപോലെ. അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. ഏത് പ്രേതമാണ് ബ്ലാക്ക്വുഡ് മാനറിനെ വേട്ടയാടിയിരുന്നത്? ജാസ്പർ അത് ഒഴിവാക്കാൻ കൃത്യമായി എന്താണ് ചെയ്തത്? പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, എന്റെ ചെറിയ ഓറഞ്ച് പൂച്ച വെറുമൊരു വളർത്തുമൃഗമായിരുന്നില്ല, അവൻ ഒരു സംരക്ഷകനായിരുന്നു, വീടിന്റെ അദൃശ്യമായ ഭീകരതകളെ നേരിട്ട ഒരു ധീരനായ കൊച്ചുവീരൻ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും എതിരെ അവൻ വിജയിച്ചു. ചിലപ്പോൾ അവൻ എന്റെ മടിയിൽ ചുരുണ്ടുകൂടി, ഒരു കൊച്ചു എഞ്ചിൻ പോലെ മുരളുമ്പോൾ, അവൻ എങ്ങനെയോ മോചിപ്പിച്ച ആത്മാക്കളിൽ നിന്ന് ഒരു നേർത്ത, നിലനിൽക്കുന്ന പ്രേതാനുഗ്രഹം, ഒരു നിശബ്ദമായ നന്ദി എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നതായി തോന്നും.